ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാട്ട് യു റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. what they really want to tell you right now. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. what they really want to tell you right now. ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളോട് എന്തെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. what they really want to tell you right now. യെസ്, അവരുടെ ലൈഫിൽ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളില്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, ഒരു ശൂന്യത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥ. ഓക്കെ, അതാണ് ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷനായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യലി അവർ ഒരുപാട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്നതായിട്ടും മനസ്സിലാകുന്നുണ്ട്. ആൻഡ് അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട കാരണത്തെക്കുറിച്ചാണ്. പലപ്പോഴായിട്ട് നിങ്ങളത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്, ആ വ്യക്തിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ മറ്റൊരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരുപാട് തവണ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു തവണയെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വ്യക്തി വിട്ടുപോകണം എന്ന തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്തിരിക്കുന്നു ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത്. എത്ര ശ്രമിച്ചാലും ആ വ്യക്തിയെ മറക്കാനോ ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറാനോ നിങ്ങൾക്ക് ആവുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ മനസ്സിനെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഒരു മൊമെൻറ്റിൽ പോലും ഈ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വന്ന് ചേരുന്നതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണാം. ഈ വ്യക്തി എന്തോ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആ വ്യക്തിയുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം. അങ്ങനെയുള്ള എന്തോ ചില റിലേറ്റിംഗ് ഇഷ്യൂസ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇനിയൊരു റീയൂണിയൻ ഉണ്ടാവണമെങ്കിൽ അതിനൊരു പോസിബിലിറ്റി കാണുന്നത് സ്പിരിച്വൽ പാത്തിലൂടെയാണെന്നുള്ളതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാത്ത് ചൂസ് ചെയ്തോളൂ. അതായത് വൈറ്റ് കളറിലുള്ള ബേർഡ്സിനെ കാണുക, ബട്ടർഫ്ലൈസിനെ കാണുക, ട്വിൻ ബട്ടർഫ്ലൈസിനെ കാണുക, അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് കാണുക. നിങ്ങൾ ഇപ്പോൾ ഫോണിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിലായിരിക്കാം, നിങ്ങൾ റിപ്പീറ്റായിട്ട് ആ ഒരു റിപ്പീറ്റ് വരുന്ന നമ്പേഴ്സ്, അതായത് 1111, 1010, 111, 222288 എന്നൊക്കെ ഉള്ള നമ്പറുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള പാത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണത്. യൂണിവേഴ്സൽ സയൻസ് ആണത്. മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഫലം ലഭിക്കുന്ന സമയമാണെന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും സ്ട്രഗിളിലൂടെ അവർ കടന്നു പോകുന്ന ഒരു നിമിഷത്തിലും നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം വലിയൊരു സ്ഥാനം അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് ഓൾറെഡി അവർ സ്പിരിച്വലി വേക്കൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലൂടെ അവർക്ക് ഒരു ഡോർ ഓപ്പൺ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ സ്വയം ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്, അവർ ചില പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അവർ ഇതുവരെ ഫോളോ ചെയ്യാത്തൊരു പാത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. യെസ്, കമ്മ്യൂണിക്കേഷൻ, ദെയർ ഈസ് എ പോസിബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആൻഡ്
അവർക്ക് അവരുടെ കരിയറിലൊന്നും ഫോക്കസ്ഡ് ആവാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്കൊന്നും ഒരു ഫോക്കസ്ഡ് ആവാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവർക്ക് എപ്പോഴും ഒരു ആങ്സൈറ്റിയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കുലസ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ വേഗത്തിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആകും എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അതായത് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാൻ ശ്രമിക്കുമ്പോഴെല്ലാം തടസ്സങ്ങളാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ സാഹചര്യത്തോട് പൊരുതിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. യെസ്, ഡെഫിനറ്റ്ലി അവർ ആ ഒരു കാര്യത്തിൽ ഫൈറ്റ് ചെയ്ത് അവർ സക്സസ് ആവുന്ന സമയം വരെയും അവർ അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ആ ഒരു സക്സസ് അവർ നേടിയെടുക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആ വ്യക്തിയിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. അതിനായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ ഈ വ്യക്തിക്കുണ്ട്. ഓൾറെഡി അവരിപ്പോൾ ആ ഒരു പാത്തിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആൻഡ് അവർക്ക് എപ്പോഴും നിങ്ങളോടുള്ള പ്രണയം തീവ്രമായിട്ട് തന്നെ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഒട്ടേറെ ഉണ്ട്. ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ നിങ്ങൾ അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതൊന്നും നിങ്ങളുടെ പ്രണയത്തിൽ ഒട്ടും തന്നെ കുറവ് വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നത്, നിങ്ങളെ ഒഴിവാക്കേണ്ടി വന്നത്. എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്ന സമയങ്ങളിലായിരുന്നു എന്നവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെയും സംഭവിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഒരുപോലെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പോലെ ഈ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ വരാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. ഈ വ്യക്തി അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവരും നിങ്ങളുമായിട്ടൊന്ന് ചേരുന്നതിൽ ചില വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവരായിട്ട് തന്നെ ഇതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ലൈഫിൽ കൊണ്ടുവരണം എന്നവർ വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോടിപ്പോൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.